ഹലോ ഗായ്സ്, നിങ്ങൾ എത്ര പേർക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള ഏനമാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റിയിട്ട് അറിയാം? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും പ്രത്യേകതകളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഏനമാവ് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. തൃശ്ശൂർ ടൗണിൽ നിന്നൊരു 20 കിലോമീറ്ററും ഗുരുവായൂരിൽ ഒരു 15 കിലോമീറ്ററും ദൂരമാണുള്ളത്. ഏനമാവ് ലേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് കേച്ചരി റിവറും വിയ്യൂർ റിവറായിട്ട് കൂടിമുട്ടിയിട്ടുണ്ടായതാണ് ഈ ഒരു ലേക്ക്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് അവിടുത്തെ വളരെ പ്രത്യേകതകളുള്ള അവിടുത്തെ ഏനമാവ് ബണ്ടിനെ പറ്റിയിട്ടാണ്. 222 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്ന ശക്തൻ തമ്പുരാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ബണ്ട്. ബണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഏനമാവ് നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. നല്ല പാർക്കാണ്, നല്ല ലേക്ക് വ്യൂ ഒക്കെ ഉണ്ട് അവിടെ. ഇനി രണ്ടാമതായിട്ട് അവിടുത്തെ പ്രത്യേകതയുള്ള ഒന്നാണ് അവിടുത്തെ സ്റ്റീൽ ബ്രിഡ്ജ്. 2015-16 പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച 2 കോടി രൂപ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഏനമാവ് കടവ് മണലൂർ സ്റ്റീൽ ബ്രിഡ്ജ്. പിന്നെ അവിടെ നല്ല 2 ഭംഗിയുള്ള റിസോർട്ട്സ് ഉണ്ട്. ഒന്ന് സാമർ ബേ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തെ ബ്ലൂ സെറേ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടുമാണ്. അപ്പോൾ ഈ 2 റിസോർട്ടും വളരെ ഭംഗിയുള്ള റിസോർട്ടാണ്. സോ ഞങ്ങളിപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ റിസോർട്ടിൽ 4 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ഫേമസ് ആയൊരു ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ഒരു ഐലൻഡ് റിസോർട്ട് വരുന്നതൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇതാണ് ആ ഒരു ഐലൻഡ്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഏനമാവ് വഴി വരികയാണെങ്കിൽ കയറാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.